എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണോ? വാട്ട് ഡേ ഈസ് ടുഡേ? ഇന്ന് ഏത് ഡേ ആണ്? ട്യൂസ്ഡേ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും അറിയാമല്ലേ ഇപ്പോൾ ഡേയും ഡേറ്റും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ടീച്ചർ ഇന്ന് എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? മലയാളം. എല്ലാവർക്കും അറിയാം, ടീച്ചർ ബോർഡിൽ എഴുതിയിടുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഏതൊക്കെ സബ്ജക്റ്റാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അല്ലേ? ടീച്ചർ പഠിപ്പിക്കുന്നത് മലയാളം. മലയാളത്തിൽ നമ്മൾ എന്താണ് സ്വരാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ആ ഇ ഈ വരെ പഠിച്ചു. അതിൽ കുറച്ച് വേർഡ്സ് പഠിച്ചു. അട, അറ, ആന, ആമ, പിന്നെ എന്താ പഠിച്ചേ? ഈല്, ഇല, ഇമ, ഈറ എന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചു. നിങ്ങൾ എല്ലാവരും പറഞ്ഞു കേൾപ്പിച്ചു, ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിച്ചു. നല്ല കുട്ടികളാണ്. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാണ്? ഉ. ഏതാണ്? ഉ. കണ്ടല്ലോ, ഉ എഴുതിയിരിക്കുന്നത് സിമ്പിൾ അല്ലേ? കണ്ടല്ലോ, ഇങ്ങനെ എഴുതുക. കണ്ടോ, ഉ. ഏതക്ഷരമാണ്? ഉ. അതുപോലെ തന്നെ ടീച്ചർ എപ്പോഴും പറയുമ്പോൾ ടീച്ചർ ഇപ്പോഴും ഒരു കാര്യം പറയാണ്, കുഞ്ഞുങ്ങൾ തന്നെ എഴുതണം കേട്ടോ. നിങ്ങൾ തന്നെ എഴുതിയാൽ മാത്രമേ നിങ്ങൾ UKG യിലായില്ലേ? LKG കുട്ടികളാണോ? ഇനി അടുത്ത വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകാനുള്ളവരാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും തന്നെ അതിന് വൃത്തിയൊന്നും വേണ്ട, ടീച്ചർ നോക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചില കുട്ടികൾക്ക് എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവർ തന്നെ താനെ എഴുതണം. അതായത് ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു റഫ് നോട്ടിൽ എഴുതുക ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കൂൾ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക. നല്ല നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങൾ തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് ഊ പഠിക്കാം. നമുക്ക് ടെക്സ്റ്റ് നോക്കാം. എല്ലാവരും നോക്കൂ. എല്ലാവരും ടെക്സ്റ്റ് എടുത്തായിരുന്നോ? ഓൾ ഓഫ് യു ടേക്ക് മലയാളം ടെക്സ്റ്റ്, പേജ് നമ്പർ 19. ഊ. ഇത് ഏതക്ഷരമാണ്? ഊ അല്ലേ? ഊ ഇതുപോലെ ഡോട്ടിൽ കൂടി എഴുതുക. എന്നിട്ട് ഈ കോളത്തിലും നല്ല നീറ്റായിട്ട് എഴുതുക. ഊ വച്ചൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ എന്താ പറയുക? ഉറി. ഇതെന്താണ്? ഉറി അല്ലേ? ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ് ഉറി എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു പോട്ടാണ്, ഒരു കലമാണിത്. ഉറി. എന്താണ്? ഉറി. കണ്ടല്ലോ, ഉറി എന്ന് എഴുതിയിരിക്കുന്നത്. ഇതും എഴുതുക. അപ്പോൾ എല്ലാവരും നല്ല നീറ്റായിട്ട് എഴുതണം കേട്ടോ. നമുക്കിനി വർക്ക് ബുക്ക് നോക്കാം. എല്ലാവരും അവരവരുടെ വർക്ക് ബുക്ക് എടുക്കുക. കണ്ടല്ലോ, ഊ എഴുതിയിരിക്കുന്ന മെത്തേഡ് കണ്ടല്ലോ എല്ലാ പേരും. ഇതുപോലെ എഴുതുക. കണ്ടോ, ഊ ആദ്യം ഈ ഡോട്ടിൽ കൂടി എഴുതിയതിന് ശേഷം ഇതിലെഴുതുക. നല്ല നീറ്റായിട്ട് എഴുതണം കേട്ടോ. ഓൾ ഓഫ് യു ടേക്ക് മലയാളം നോട്ട്. മലയാളം നോട്ട് എടുക്കുക. കണ്ടോ, 3 കോളം വരയ്ക്കുക. അതിൽ 5 ടൈംസ് ഊ എഴുതുക. കണ്ടല്ലോ, ടീച്ചർ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. ഇതുപോലെ നല്ല നീറ്റായിട്ട് കുഞ്ഞുങ്ങൾ തന്നെ എഴുതണം കേട്ടോ. ടീച്ചർ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ എഴുതണം, എങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ആ ഒരു ബാലൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ തനിയെ എഴുതി പഠിക്കുക എല്ലാ കുഞ്ഞുങ്ങളും. അമ്മയുടെ ഹെൽപ്പൊന്നും വേണ്ട. അമ്മയുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ബുക്ക് എടുക്കുക. അതിൽ അമ്മയുടെ ഹെൽപ്പോട് കൂടി എഴുതുക. അത് കഴിഞ്ഞ് സ്കൂളിലെ നോട്ടിൽ എഴുതുമ്പോൾ തനിയെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും തനിയെ എഴുതുക. എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ, ബൈ. നമുക്ക് EVS പഠിച്ചാലോ? EVS നമ്മൾ ഗുഡ് ഹാബിറ്റ്സ്, നേരത്തെ ഗുഡ് മാനേഴ്സ് നമ്മളിപ്പോൾ പഠിച്ചു. ഗുഡ് ഹാബിറ്റ്സ് എല്ലാം നമ്മൾ റിവിഷൻ ടൈമിൽ പഠിച്ചാണ്. എന്നാലും നമുക്കൊന്ന് ഗുഡ് ഹാബിറ്റ്സ് ഒന്നുകൂടെ നോക്കാം. കാരണം നിങ്ങളിൽ കുറച്ച് പേരെല്ലാം ഇതിൽ ചില ഗുഡ് ഹാബിറ്റ്സ് ഒന്നും അതുപോലൊന്നും ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. അത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്തത്, എഴുതാത്തത്, ഹോംവർക്ക് ചെയ്യാത്തത്, പഠിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാത്തതുണ്ട്. അതൊന്നുകൂടെ ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല കുട്ടികളാകാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്ലേയിൽ പഠിച്ചു, LKG പഠിച്ചു, ടീച്ചർ വന്ന് ദിവസവും പറയുന്നതാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ ജംബോ എന്നൊരു ബേബി എലിഫന്റ് ഉണ്ട്. അത് നല്ലൊരു ഗുഡ് ബോയ് ആണ്, ഗുഡ് എലിഫന്റ് ആണ്, ഗുഡ് ബേബി എലിഫന്റ് ആണ്. ആ ജംബോ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കൊന്ന് ടെക്സ്റ്റിൽ നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് പേജ് നമ്പർ 58. അതാ നോക്കൂ, ടൈറ്റിൽ എന്താണ്? ഗുഡ് ഹാബിറ്റ്സ്. കണ്ടോ? അപ്പം ജംബോ ഈസ് എ ഗുഡ് എലിഫന്റ്. ടീച്ചർ പറഞ്ഞൊരു ഗുഡ് എലിഫന്റ് ആണ്, ഒരു ബേബി എലിഫന്റ്. ലെറ്റ് us see how ജംബോ സ്പെൻഡ്സ് ഹിസ് ഡേ. ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് ജംബോ സ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഫസ്റ്റ് മുതൽ നോക്കിയേ. എന്താണ് ഫസ്റ്റ്? ജംബോ ഗെറ്റ്സ് അപ്പ് ഇൻ ടൈം. ഹീ ഈസ് നെവർ ലേറ്റ്. എന്നും കറക്റ്റ് സമയത്ത് എണീക്കും, ഒരു ദിവസവും ലേറ്റ് ആവില്ല. അടുത്ത നോക്കൂ, എണീറ്റാൽ ഉടനെ എന്താ ചെയ്യണേ? ജംബോ
ബ്രഷസ് ഹിസ് ടീത്ത്. എന്ത് ചെയ്യും? പല്ല് തേക്കും അല്ലേ. അടുത്ത എന്ത് ചെയ്യും നോക്കൂ. ജംബോ ഗോസ് ടു ദി ടോയ്ലറ്റ്. ബ്രഷ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോകും. അടുത്ത എന്താ നോക്കൂ. ജംബോ ടേക്സ് എ ബാത്ത്. എന്ത് ചെയ്യും? എന്നും രാവിലെ കുളിക്കും. പിന്നെയോ ജംബോ ഹാസ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. കുളിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നിങ്ങളിൽ പലർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അടുത്ത നോക്ക് എന്ത് ചെയ്യുന്നു. ജംബോ വെയേഴ്സ് എ ക്ലീൻ ഡ്രസ്സ്. നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിക്കും. പിന്നെ എന്ത് ചെയ്യും നോക്കൂ. ജംബോ പുട്ട്സ് ഓൺ ഹിസ് ഷൂസ്. ഷൂസ് എടുത്ത് കാലിടും. കണ്ടോ, തനിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അടുത്ത് എന്ത് ചെയ്യും. ജംബോ ഗോസ് ടു സ്കൂൾ. തനിയെ കുളിച്ച് നീറ്റായിട്ടുള്ള ഡ്രസ്സിട്ട് ബാഗെല്ലാം റെഡിയാക്കിയിട്ട് എവിടെ പോകുന്നു? സ്കൂളിൽ പോകുന്നു ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും. ജംബോ പേസ് അറ്റൻഷൻ ഇൻ ക്ലാസ്. ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ഇരിക്കും. അതെന്താണ് പറയുന്നതെന്നെല്ലാം ശ്രദ്ധിച്ചിരിക്കും. അടുത്ത് നോക്കൂ. ജംബോ ഹെൽപ്സ് ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ടിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ജംബോ എന്ത് ചെയ്യും? ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും. ജംബോ ഹാസ് ഹിസ് ലഞ്ച്. കറക്റ്റ് സമയത്ത് ലഞ്ച് കഴിക്കും. അതും നിങ്ങൾ പലർക്കും മടിയുള്ള കാര്യമാണ്. അടുത്ത നോക്കൂ. ജംബോ പ്ലേസ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സുമായിട്ട് കളിക്കും. കണ്ടോ, ജംബോ സ്കൂളിൽ പോയി യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ഒരുപോലത്തെ. അടുത്തെന്താണ്. ജംബോ ഡസ് ഹിസ് ഹോംവർക്ക്. ഹോംവർക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഇതിലും മടിയുള്ള ആൾക്കാരുണ്ടല്ലേ ഹോംവർക്ക് ചെയ്യാൻ. അടുത്ത നോക്കൂ. ജംബോ ഹാസ് ഹിസ് ഡിന്നർ. ഹോംവർക്ക് ചെയ്തിട്ട് ഡിന്നർ കഴിക്കും. പിന്നെന്താ നോക്കൂ. ജംബോ ഡ്രിങ്ക്സ് മിൽക്ക്. മിൽക്ക് കുടിക്കും. അതും മടിയുള്ള കാര്യമാണ് അല്ലേ. പാൽ കുടിക്കാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ എന്ത് ചെയ്യും നോക്കൂ. ജംബോ ബ്രഷസ് ഹിസ് ടീത്ത്. നമ്മൾ ബ്രഷ് യുവർ ടീത്ത് ടോയ്സ് എ ഡേ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. മോർണിംഗിലും കിടക്കുന്നതിന് മുന്നേയും ഇല്ലേ 2 ടൈംസ് നമ്മൾ ബ്രഷ് ചെയ്യണമെന്ന്. കണ്ടോ, ജംബോ രാത്രി ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം പല്ല് തേക്കണം. എന്നിട്ട് എന്താണ്. ജംബോ സേസ് ഗുഡ് നൈറ്റ്. ഉണ്ടോ, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട്. ജംബോയുടെ അച്ഛനും അമ്മയും ഇരിക്കണമുണ്ടോ. അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോയിട്ട് കണ്ടോ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം. ജംബോ ഗോസ് ടു ബെഡ് ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ ജംബോ എന്ത് ചെയ്യും? ഉറങ്ങാൻ പോകും. നിങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ പോകുമോ? ഇല്ല, ഒരുപാട് സമയം മൊബൈൽ കളിച്ച് അല്ലേ TV ഒക്കെ കണ്ടിട്ടൊക്കെ പോകുള്ളൂ. ലേറ്റായിട്ട് ഉറങ്ങരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജംബോ കണ്ടോ കറക്റ്റ് ടൈമിൽ ഉറങ്ങും. ഈ ലെസണിൽ കുറച്ച് എക്സസൈസ് ചെയ്യാനുണ്ട്. നോക്കൂ, എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇവിടെ കുറച്ച് ആക്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വേർഡ്സും തന്നിട്ടുണ്ട്. കണ്ടോ സെൻറ്റൻസ്. ജംബോ ഡ്രിങ്ക്സ് മിൽക്ക്. പിക്ചർ നോക്കുക. എവിടെയാണ് ജംബോ മിൽക്ക് കുടിക്കുന്ന പിക്ചർ എവിടെയുണ്ടെന്ന് എല്ലാവരും നോക്കുക. ഇവിടെ കണ്ടോ. അടുത്ത് എന്താണ്? അത് മാച്ച് ചെയ്യുക. ജംബോ സേസ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയുന്ന ഉണ്ടല്ലേ. അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോയി ഗുഡ് നൈറ്റ് പറയും. അടുത്തതാണ് പിക്ചർ നോക്കിയിട്ട് കണ്ടോ. അടുത്ത എന്താണ്? വരയ്ക്കുക. ജംബോ സേസ് ഗുഡ് നൈറ്റ്. പിന്നെ ജംബോ ബ്രഷസ് ഹിസ് ടീത്ത്. കണ്ടോ, പല്ല് തേക്കുന്നുണ്ടോ ജംബോ. കണ്ടോ, ബ്രഷ് ചെയ്യണം. പിന്നെ എന്താണ്? ടേക്സ് എ ബാത്ത്. കണ്ടോ, വരയ്ക്കുക. അവിടെ മാച്ച് ചെയ്ത് കണ്ടോ. ജംബോ ടേക്സ് എ ബാത്ത്. കുളിക്കുന്നുണ്ടോ, അവിടെ നിന്ന് മാച്ച് ചെയ്യുക. പിന്നെ എന്താണ്? ജംബോ ഹെൽപ്സ് ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യും ഇല്ലേ. എവിടെയാണ്? കണ്ടോ, ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ജംബോ ഡസ് ഹിസ് ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ. കണ്ടോ, ഇതുപോലെ ജംബോയെ പോലെ നിങ്ങളും നല്ല കുട്ടികളായിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അടുത്ത പേജിൽ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. ടിക്ക് ദി പിക്ചേഴ്സ് ദാറ്റ് ഷോ ജംബോ ആസ് എ ഗുഡ് എലിഫൻറ്റ് ആൻഡ് ക്രോസ് ദി പിക്ചേഴ്സ് ദാറ്റ് ഷോ ഹിം ആസ് എ ബാഡ് എലിഫൻറ്റ്. ഇതിൽ നല്ല ജംബോ ഒരു ഗുഡ് എലിഫൻ്റ് ആണെന്ന് കാണിക്കുന്നത് ടിക്ക് ചെയ്യുക, അല്ലാത്ത എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യുക. ഇതിലെന്താണ്? ഒരാളെ പുഷ് ചെയ്യണമല്ലേ, അത് ബാഡ് ഹാബിറ്റാണ്. ഇവിടെ നോക്കൂ, പല്ല് തേക്കുന്നത് നല്ലൊരു ഹാബിറ്റല്ലേ. ഇവിടെ എന്താണ്? ഹോംവർക്ക് ചെയ്യുന്നത് നല്ല ഹാബിറ്റാണ്. ഇത് നോക്കൂ, ടോയ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തെറിഞ്ഞ് കളിക്കണുണ്ടോ, എല്ലാ സാധനങ്ങളും മിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതും ബാഡ് ഹാബിറ്റാണ്. പിന്നെ അതാ നോക്കൂ, മിൽക്ക് കുടിക്കുന്നത്, അത് ഗുഡ് ഹാബിറ്റാണ് അല്ലേ. അടുത്തത് നോക്കൂ,
നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതുണ്ടോ, അതും ഗുഡ് ഹാബിറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ജംബോ എന്തൊക്കെ ചെയ്യുന്നു, അതായത് നല്ല ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇനി മുതൽ അതുപോലെ ചെയ്യുക. ടീച്ചറിന് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ലേറ്റായിട്ട് ഉറങ്ങരുത് കേട്ടോ. കറക്റ്റ് ടൈമിൽ 9 o'clock ആകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരിക്കണം, അതിന് ശേഷം ഉണർന്നിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ, ബൈ. ടെക്സ്റ്റിൽ ഗുഡ് ഹാബിറ്റ്സ് കുറേ പോയിൻറ്റ്സ് പറയുന്നുണ്ടെങ്കിലും മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ടീച്ചർ ഇവിടെ പറയുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ എന്നിട്ട് എല്ലാം കുറേ ഉള്ളതൊന്നും പഠിക്കേണ്ട, ടീച്ചർ തന്നിട്ടുള്ളത് മാത്രം. ഫസ്റ്റ് വൺ നോക്കൂ. വേക്കപ്പ് ഏർലി, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, take a bath every day, comb your hair neatly, wear clean clothes, eat healthy food, wash your hands before and after having food, go to bed on time. ഇത്രയും മാത്രം നിങ്ങൾ പഠിക്കുക. അതിലുള്ള കുറേ ഉണ്ട്, എല്ലാം ഒന്നും പഠിക്കേണ്ട. ടീച്ചർ മെയിനായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇതിൽ പോയിൻ്റ് ചെയ്തിട്ടുള്ളത് മാത്രം എല്ലാവരും പഠിക്കുക. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. ടുഡേ വി ക്യാൻ ലേൺ. എന്താണ് ടീച്ചർ എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ, എല്ലാവർക്കും അറിയാം. വായിച്ചേ. COMPUTER. എന്താണ്? കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ നമ്മൾ എഴുതാനുള്ളത് ഒരുവിധം നിങ്ങൾ എല്ലാത്തിൻ്റെ സ്പെല്ലിംഗ്, അതായത് കമ്പ്യൂട്ടർ, മോണിറ്റർ, സ്പീക്കർ, മൗസ്, കീബോർഡ്, ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങളെല്ലാവരും പറയാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ ടീച്ചർ ഒന്നും എഴുതിക്കുന്നില്ല, കുറച്ച് ഓറൽ ക്വസ്റ്റ്യൻസ്, നമ്മൾ ടെക്സ്റ്റിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ടീച്ചർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അത് എല്ലാവരും ചെയ്യുക. ടെക്സ്റ്റിലുള്ള വർക്ക് ടെക്സ്റ്റിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. നോട്ടിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പാരൻസിന്റെ ഹെൽപ്പോട് കൂടി കുഞ്ഞുങ്ങൾ അത് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണെന്ന് ടീച്ചർ കാണിച്ചു തരാം. All of you take a computer test. Okay, എല്ലാവരും അവരുടെ കമ്പ്യൂട്ടർ ടെസ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് പേജ് നമ്പർ 6 എടുക്കണം കേട്ടോ. അതിൽ കുറച്ച് ടെക്സ്റ്റ് വർക്ക് ഉണ്ട്, നമുക്ക് നോക്കാം. ഫില്ലിംഗ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. അതായത് കണ്ടോ, ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് അല്ലേ, ഓരോ പിക്ചർ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരെന്താന്നുള്ളത് കംപ്ലീറ്റ് അല്ല അല്ലേ? അവിടെ കുറേ ലെറ്റേഴ്സ് മിസ്സാണ് കണ്ടോ. അയ്യോ, ഇതിൻ്റെ ഇടയിലൊന്നും ഒന്നുമില്ല. അപ്പോൾ അവിടെ എഴുതണ്ടേ? ഇതെന്താണ്? ഈ പിക്ചർ എന്താണ്? കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? മോണിറ്റർ. അപ്പോൾ ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്പെല്ലിംഗ് ഒക്കെ അറിയാം. ടീച്ചർ ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞതാണ് സ്പെല്ലിംഗ് ഒക്കെ. ടീച്ചർ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ എഴുതുക, പാരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതെന്താണ്? മോണിറ്ററിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? എല്ലാവർക്കും അറിയാലോ, ഒന്ന് പറഞ്ഞേ. MONITOR, മോണിറ്റർ അല്ലേ? അതുപോലെ കീബോർഡ്, KEYBOARD, കീബോർഡ്. അപ്പോൾ ഇതൊക്കെ അറിയാലോ. ഇതെന്താണ്? CPU. മൗസ്, MOUSE, മൗസ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുക. പിന്നെന്താണ്? മാച്ച് ദ ഫോളോയിങ്. ഇതെന്താണ്? മാച്ച് ചെയ്യാനാണ് കണ്ടോ. ഒരേ പിക്ചേഴ്സ് തമ്മിൽ മാച്ച് ചെയ്യുക. ഈ ടെക്സ്റ്റ് വർക്കൊക്കെ എല്ലാവരും ടെക്സ്റ്റിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ആരും നോട്ട്സിൽ എഴുതണ്ട, ടെക്സ്റ്റിൽ നോക്കി തന്നെ പഠിച്ചാൽ മതി. പാരൻസ് കുഞ്ഞുങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി തന്നെ പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇത് ഫുൾ ഓറലാണ്, കമ്പ്യൂട്ടർ എല്ലാം ഓറലാണ്. അത് കാരണം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി, പറഞ്ഞു പഠിപ്പിച്ചാൽ മതി. ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്. അതെവിടെയാണ്? പേജ് നമ്പർ 11. കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് കോൾഡ് എന്താണ്? ഓക്കെ, എല്ലാവർക്കും അറിയാല്ലേ, മോണിറ്റർ. ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ? എന്തിനാണ് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന്? ഓക്കെ, CPU. മൗസ് ഹാസ് ഡാഷ് ഓർ ഡാഷ് ബട്ടൺ. മൗസിന് എത്ര ബട്ടൺസാ ഉള്ളത്? 2 or 3 ബട്ടൺസ്. ഡാഷ് ഈസ് ഓൾസോ കോൾഡ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് എന്തിനാ പറയുന്നേ? ഓക്കെ, മോണിറ്റർ അല്ലേ? വി ക്യാൻ ഹിയർ മ്യൂസിക് യൂസിങ്. നമ്മൾ മ്യൂസിക് ഒക്കെ കേൾക്കാൻ യൂസ് ചെയ്യുന്ന എന്താണ്? ഏത് കമ്പ്യൂട്ടറിന്റെ ഏത് പാർട്ടിനെയാണ്?
ഓക്കെ, സ്പീക്കർ അല്ലേ? സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക് ഒക്കെ നല്ല വളരെ സൗണ്ടിലും നല്ല ക്വാളിറ്റിയോടും കൂടി കേൾക്കാൻ പറ്റും. ഡാഷ് ലുക്സ് ലൈക്ക് എ TV. നമ്മൾ എന്ത് കാണുമ്പോഴാണ് നമ്മൾ TV പോലെ ഇരിക്കുന്നത്, TV-യുടെ സ്ക്രീൻ പോലെ ഇരിക്കുന്നത്? ഓക്കെ, മോണിറ്റർ അല്ലേ? അതുപോലെ പേജ് നമ്പർ 12 എടുക്കണം. 12 എടുത്തേ. അതിൽ കണ്ടോ, മാച്ച് ദ നെയിം ദ പിക്ചേഴ്സ്. ഇതിൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചേരുന്നത്, അതായത് അതിന് മാച്ച് ആവുന്ന പിക്ചേഴ്സ് ഇവിടെ വരച്ച് ചേർക്കുക. ഇപ്പം CPU, ഇത് CPU. അപ്പോൾ ഇതിലെവിടെയാണ് കിടക്കുന്നത്? CPU എവിടെയാ? ദേ ഇവിടെ അല്ലേ? ഇത് മാച്ച് ചെയ്യുക. ഇങ്ങനെ കുഞ്ഞുങ്ങൾ തന്നെ ഇത് വായിക്കുക, എന്നിട്ട് ഇത് മാച്ച് ചെയ്യുക. പിന്നെ പാരൻസ് ഹെൽപ്പും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെയ്യണം കേട്ടോ, എല്ലാവരും ഇത് ചെയ്യുക. പിന്നെയുണ്ട് ആൻസർ ദ ഫോളോയിങ്. ഇത് പാരൻസ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നെയിം ദ മെയിൻ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? മോണിറ്റർ, കീബോർഡ്, സ്പീക്കർ, CPU ആൻഡ് മൗസ് അല്ലേ? വാട്ട് ഡസ് എ മോണിറ്റർ ലുക്ക് ലൈക്ക്? മോണിറ്റർ കാണാൻ എങ്ങനെയാണ്? മോണിറ്റർ ലുക്ക് ലൈക്ക് എ TV സ്ക്രീൻ അല്ലേ? അതുപോലെ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CPU? CPUന്റെ ഫുൾ ഫോം എന്താണ്? നമ്മൾ പഠിച്ചതാണല്ലോ, എല്ലാവർക്കും അറിയാം. എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. വിച്ച് പാർട്ട് ഈസ് called as the brain of the computer? brain of the computer നിന്ന് ഏത് പാർട്ടിനെയാണ് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ? CPU അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ അറിയാം. ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പാരൻസ് കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഓറലി എല്ലാവരും പഠിച്ചു വെക്കുക. ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുക, ടെക്സ്റ്റ് വർക്കൊക്കെ ചെയ്ത് അയച്ചു തരണം കേട്ടോ. Okay, bye.